ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ ഒരാഘോഷം. യേശു ക്രിസ്തുവും ഈ ആഘോഷങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ആകട്ടെ, ഞാൻ വിചാരിക്കുന്നത് ഈസ്റ്റർ ആയതുകൊണ്ടായിരിക്കും ദൈവമക്കൾക്ക് ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് ആരാധിക്കുവാനുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷേ എത്രയും വേഗം തടസ്സങ്ങൾ മാറി, എത്രയും വേഗം ദൈവജനം മുഴുവൻ കടന്നു ആത്മാവിൽ സത്യത്തിൽ ആരാധിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് വീണ്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് 2 പാസ്റ്റർമാരും കുടുംബവും വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് സംസാരിച്ച പാസ്റ്റർ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹം ഇന്നും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ വരുന്ന 27, 28, 29 തീയതികളിൽ കരുനാഗപ്പള്ളിയിൽ വെച്ച് കൺവെൻഷൻ ക്രമീകരിച്ചിട്ടുമുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. എല്ലാവിധത്തിലും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇമ്മാനുവേലാം ദൈവത്തിന്റെ ആലയവും അവന്റെ നാമവും അവന്റെ രാജ്യവും സ്ഥാപിക്കപ്പെടേണ്ടതിന് ഭൂമിയുടെ അറ്റത്തോളം അവന്റെ സാക്ഷികളാകണമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സന്നിധിയില് ഹല്ലേലൂയ നമുക്കായിരിക്കാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവത്താൽ സകലതും സാധ്യമാക്കുന്ന ദൈവകരത്തിൽ ഏൽപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. പരിശുദ്ധനായ പിതാവിന്റെ മുൻപാകെ തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, കൈകൾ കൂപ്പാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ നമ്മെ ഇന്ന് കരം വെച്ച ഞങ്ങളെ വന്നിരിക്കുന്നു. പ്രശ്നങ്ങളുടെ നടുവില്, പ്രതികൂലങ്ങളുടെ നടുവില്, കഷ്ടതകളുടെ നടുവില് കണ്ണുനീർ പോകുമ്പോൾ മനസ്സറിയുന്ന പരിശുദ്ധ പിതാവിന്റെ ഭാഗത്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഞങ്ങളിന്ന് അനുഗ്രഹിക്കാനും ഞങ്ങളിന്ന് ഉയർത്താനും ഞങ്ങളിന്ന് മാനിക്കാനും ജയത്തിന്റെ കരത്തിൽ വഹിക്കാൻ ഇമ്മാനുവേലായി കൂടെ ഇരിക്കാൻ പകലന്തിയോളം വഴി നടത്താൻ ഇത്രത്തോളം സഹായിക്കാൻ പരിശുദ്ധനായ ദൈവത്തിന് ബഹുമാനവും സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ആരാധന അർപ്പിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കട്ടെ. ഞങ്ങളെ കാക്കണം, സന്നിധി ബോധം നൽകണം. പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണയിലും സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം. പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാറാകുന്ന നമ്മുടെ അരവനാഥന്റെ കല്യാണനാൾ വരാൻ പോവുകയാണ്. അതിനായി ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതാണ് രണ്ടാമത്തെ ഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ പാടുന്നത്. കേട്ടില്ല? ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് ആ പാട്ടിനോടനുബന്ധിച്ച്. പക്ഷെ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒന്ന്, എൻ്റെ പാപം നീക്കി
എന്നെ ദൈവവൈദ്യനാക്കിയ ദൈവത്തിന്റെ അതേ സ്നേഹത്തെ ഓർത്ത് ഞാൻ ഹല്ലേലൂയ പാടുന്നു. രണ്ടാമത്, ആർക്കും ലഭിക്കാത്ത സൗഭാഗ്യം എനിക്ക് തന്ന് എന്റെ ദൈവമായ കർത്താവിന്റെ കല്യാണത്തിനായി ക്ഷണിക്കപ്പെട്ടവരായി എന്നെ ഒരുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആക്കിയതിനാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവാകുന്ന ദൈവം ആത്മരക്ഷ നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ അതിനോടുകൂടെ ശരീര സൗഖ്യവും മനസമാധാനവും ജീവിതത്തിന്റെ കഷ്ടതയും കടമാനും അകറ്റി മഹത്വപൂർണമായ അനുഗ്രഹത്തിന്റെ വാഗ്ദാനത്തിൽ കൂടെ നമ്മെ നടത്തുന്ന വലിയവനായ ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഒന്നാമത് നാം കരസ്ഥമാക്കേണ്ടത് ആത്മരക്ഷയാണ്. നമ്മുടെ ആത്മാവിന് നിത്യജീവൻ, നിത്യനാം ദൈവത്തിന്റെ രാജ്യത്തിൽ കോടാനുകോടി വർഷം അവനോടുകൂടെയുള്ള വാഴ്ച നമുക്ക് സമ്മാനിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ദേഹം ദേഹി ആത്മാവ് ബലമേൽപ്പിച്ചുകൊണ്ട് അവനെ ആരാധിക്കുമ്പോൾ ഈ ഭൂമിയിൽ വേണ്ട സൗഖ്യം, ഈ ഭൂമിയിൽ വേണ്ട സമാധാനം, ഈ ഭൂമിയിൽ വേണ്ട വിടുതല്, ഈ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ ഐശ്വര്യം എല്ലാം ദാനമായി തരുന്ന ദൈവത്തിന്റെ പരമ കരുണയുടെ കരത്തിൽ നിന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് നാം അവനെ ആരാധിക്കുന്നുവെങ്കിൽ ഇന്ന് സന്തോഷമാണ്, ഇന്ന് അനുഗ്രഹമാണ്, ഇന്ന് വിടുതലാണ്, ഇന്ന് രക്ഷയാണ്, ഇന്ന് മഹത്വമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ആകയാൽ കടന്നു വന്ന ദൈവജനമേ, നിങ്ങൾ വന്നതിൽ സന്തുഷ്ടരായിരിക്കുന്നവര് വളരെ ആനന്ദത്തോടുകൂടെ ഈ ഏപ്രിൽ മാസം 2-ാമത്തെ വിശുദ്ധ ദിവസം ആരാധിപ്പാൻ വന്ന നിങ്ങൾക്ക് ആത്മാവിലും ശരീരത്തിലും ജീവിതത്തിലും സന്തോഷം പകർന്ന ദൈവം എന്റെ ദൈവമെന്ന് അങ്ങനെ നമുക്ക് ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹല്ലേലൂയ പാടി ആരാധിക്കാം. രണ്ടാമത്, ഞാൻ ഒന്നാമത്തെ ഭാഗമാണ് ഹല്ലേലൂയ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തെ ഹല്ലേലൂയ പാടുന്നതിന്റെ മഹത്വം എന്താണെന്ന് അറിയാമോ? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിശയം, പാപി ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ ഞാൻ ഉൾപ്പെടെ കൊടും പാപിയാണ്. പാപത്തെ കുറിച്ച് പാടുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ടുകാരൻ പാടുന്നു, കൊടും സകലർക്കും ലവലേശം മടി കൂടാതെ ആർപ്പോടുകൂടെ ഇന്ന് പാടുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു മകനീയ സന്ദേശമാണ് ഈ ഗാനമെന്ന് ഓർപ്പിക്കട്ടെ. ഞാനതിന് അഭിമാനം കൊള്ളുക. ഈ നാമം വായിലെടുക്കുവാൻ, ഈ നാമത്തെ സ്തുതിപ്പാൻ, ഈ നാമത്തെ ഉച്ചരിപ്പാൻ അർഹതയില്ലാത്ത എന്നെ അവൻ പുതിയ പാട്ടെന്റെ വായിൽ തന്ന് എന്റെ ദൈവത്തിന് സ്തുതി കൊണ്ട് പാടുവാൻ ഇടയാക്കിയ ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് മഹത്വം കൊടുക്കല്ലേ? ഇന്ന് മഹത്വത്തിന്റെ രാജാവ് വാനസേനയോടുകൂടെ ഈ ദോഷികളായിരുന്ന, പാപികളായിരുന്ന, കൊടും പാപികളായിരുന്ന നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ശിശു സഹജമായ മനസ്സ് തന്ന് അവനെ മഹത്വം കൊടുക്കുവാൻ ആക്കി തീർത്ത നമ്മുടെ മഹത്വം സ്വീകരിക്കാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. മനസ്സിലായേ? നാം അർഹരല്ല എന്നർത്ഥം. ഈ നാമം ഉച്ചരിപ്പാൻ യോഗ്യതയുള്ളവരുമല്ല എന്നർത്ഥം. അതെ, വിഗ്രഹാരാധികളായി, ദ്രവ്യാഗ്രഹികളായി, ലൗകികന്മാരായി, പ്രാകൃതന്മാരായി, തന്നിഷ്ടക്കാരായി, ലോകത്തിന്റെ മ്ലേച്ഛതയെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ഈ ലോകത്തിൽപ്പെട്ട് ഉടന്ന് വളഞ്ഞ് നശിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കണ്ണികളായിരുന്ന നമ്മെ അത്യുന്നതനായ ദൈവം അവിടുന്ന് വലിച്ചെടുത്ത് പാറമേൽ നിർത്തി പുതിയ പാട്ട് തന്ന്
വാക്യത്തിലേക്ക് വരട്ടെ. ഇന്ന് ക്രൈസ്തവ ലോകം ഈസ്റ്റർ എന്ന ഉത്സവം ആചരിക്കുകയാണ്. ഉത്സവങ്ങളെ കുറിച്ച് ലേവ്യ പുസ്തകത്തില് മോശ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തില് ഉത്സവങ്ങളെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. പഴയ നിയമത്തിൽ നിവർത്തിക്കപ്പെടുന്ന ഉത്സവത്തിന്റെ ചില ഉദ്ധരണികൾ മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. പുതിയ നിയമത്തിൽ ഒരു ഉത്സവത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. കാരണം ഉത്സവം പുതിയ നിയമത്തിലില്ല. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധ വചനത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ഈ ഭൂമിയിൽ ഒരു ഉത്സവമില്ല. ആർക്കാന്നറിയാം? ദൈവമക്കൾക്ക്, ക്രിസ്ത്യാനികൾക്കല്ല, ദൈവമക്കൾക്ക് ഒരു ഉത്സവവുമില്ല. എന്നാൽ ക്രൈസ്തവർക്ക് അനവധി ഉത്സവങ്ങളുണ്ട്. പള്ളിപ്പെരുന്നാള്, വിശുദ്ധന്മാരുടെ ഓർമ്മ, ഭക്തന്മാരുടെ വാഴ്വ്, ഇങ്ങനെ പോകുന്നു. വേറെപ്പെട്ട ക്രൈസ്തവർക്ക് ഒരു ഉത്സവമുണ്ട്, കൺവെൻഷൻ. നവംബർ മുതൽ മെയ് മാസം അവസാനം വരെ എല്ലായിടങ്ങളിലും കൺവെൻഷന്റെ ബഹളമാണ്. അതും വിശുദ്ധ ബൈബിളിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ചോദ്യം, ഞാനൊരു കൺവെൻഷന് പോകുന്നുണ്ടല്ലോ, അത് എന്തിനാണ്? ഞാൻ കൺവെൻഷൻ പ്രാസംഗികനായിട്ടോ അത്ഭുത രോഗസൗഖ്യം കൊടുക്കുവാനായിട്ടോ അല്ല പോകുന്നത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാസ്റ്റർമാര് നോട്ടീസ് അച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പോകുന്നത് കൺവെൻഷൻ പ്രാസംഗികനായിട്ടല്ല. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ ആലയത്തില് എന്റെ നിയോഗപ്രകാരം അനേക ദൈവമക്കൾ കടന്നു വരും. എന്റെ മഹത്വമായ സത്യസുവിശേഷം അവരിൽ കൂടെ ലോകം മുഴുവൻ ഞാൻ അവസാന കാലങ്ങളിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് എന്റെ സാക്ഷിയാകുവാൻ, എന്റെ മഹത്വത്തിന്റെ സാക്ഷിയാകുവാൻ നീ ഭൂമിയുടെ അറ്റത്തോളം പോകേണ്ടതായി വരും. ആ വാഗ്ദത്തമാണ് ഞാന് കരുനാഗപ്പള്ളിയിലേക്ക് പോകാൻ ദൈവം വഴിയൊരുക്കിയത്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുവാനല്ല പോകുന്നത്, പിന്നെയോ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ. അപ്പോസ്തലന്മാർ സാക്ഷിയായതുപോലെ സാക്ഷിയാകുവാൻ പോവുകയാണ്. ആ സാക്ഷി 3 ഗുണങ്ങളുണ്ട്. എന്റെ സാക്ഷ്യം മറ്റനവധി സാക്ഷികളെ ഉളവാക്കും. 1. 2, എന്റെ സാക്ഷ്യം യേശു അവിടെ വളരുവാൻ കാരണമായി തീരും. 3, എന്റെ സാക്ഷ്യം അരുമനാഥന്റെ 2ാമത്തെ വരവെങ്കിൽ അനേകർ അവിടെ നിന്ന് പറന്നുയരുവാൻ എന്റെ കർത്താവ് കാരണമാക്കും. അതുകൊണ്ട് ഞാൻ പോകണം, ഞാൻ പോകേണ്ടതാണ്. എന്നെ നിങ്ങളാണ് അയക്കുന്നത്. നിങ്ങളുടെ ആശംസകളോടുകൂടെയാണ് പോകുന്നത്. നിങ്ങൾ ഈ 2009 കടന്ന നാൾ മുതൽ അതേ കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമാണല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ തക്കവണ്ണം ഈ നാളുകളിൽ സ്വർഗസ്ഥനായ ദൈവം പ്രവർത്തിച്ച് അവൻ മഹത്വമെടുക്കേണ്ടതിന് അവന്റെ നാദം ഭൂമിയറ്റത്തോളം മുഴങ്ങിച്ചില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഇടയാക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉത്സവമില്ല എന്ന്. എന്നാൽ നമുക്കൊരു ഉത്സവം ദൈവം തന്നിട്ടുണ്ട്. എന്താ ഉത്സവം തന്നെ? മോശ ഫറവോൻ രാജാവിനോട് പറഞ്ഞു, ഈ ജനത്തെ 3 ദിവസത്തെ വഴി ദൂരം പോയി ഉത്സവം ആചരിക്കുവാൻ, അവരുടെ ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ആരാധന ഒരു ഉത്സവമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക്
പഴയ നിയമത്തിൽ 6 ഉത്സവമാണെങ്കിൽ പുതിയ നിയമത്തിൽ മിനിമം 52 ഉത്സവങ്ങൾ നമുക്കുണ്ട്. ഉത്സവത്തിന് എന്താ പ്രത്യേകത എന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഉത്സവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ കുലമോ കുടുംബമോ ഇല്ല. എല്ലാവർക്കും പോകാം, ഇല്ലേ? എല്ലാവർക്കും സന്തോഷിക്കാം, എല്ലാവർക്കും പങ്കുചേരാം. അതേ ഉത്സവം തന്നെയാണ് ഇമ്മാനുവേലിന്. എന്താണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അതിന്ന് കാണാതെ പറയാൻ SNDPക്കാർക്ക് പോലും അറിയില്ല. എന്താണ് അതിന്റെ അർത്ഥം? ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ജാതി ഹിന്ദുവാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. BJPക്കാര് പറയുന്നതിന് ഞാൻ 100% യോജിക്കാം. ഇന്ത്യ ഹിന്ദുദേശമാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതായ ഒരു ജാതി ഹിന്ദുക്കളാണ്, സംശയമേ വേണ്ട. തോമാസ് ലീഗ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഹൈന്ദവര് മതം മാറിയതാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ നമ്മുടെ ആരംഭം എവിടെ നിന്ന് ചോദിച്ചാൽ സകല ക്രൈസ്തവരും 2 കൈ ഉയർത്തി സമ്മതിക്കണം, ഞാനൊരു ഹിന്ദുവായിരുന്നു എന്ന് വെച്ചാൽ ഞാനൊരു മതമായിരുന്നു, അത് ഒരു ജാതിയായിരുന്നു എന്ന് വെച്ചാൽ ഹിന്ദുക്കളാണെന്ന അർത്ഥം. ഇനി രണ്ടാമത്, സാഹചര്യങ്ങളുടെ പ്രലോഭനങ്ങളാൽ നാം മതം മാറി. എന്നാൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത് ഒരു ഹിന്ദുവായിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഹിന്ദുവായി നിലനിൽക്കുന്നതാണ്. ഒരു ക്രിസ്ത്യാനിയായോ ഒരു പാസ്റ്റർ എന്ന അപരനാമത്താലോ അറിയപ്പെടുന്നതിനേക്കാൾ ഇഷ്ടം ഐ ആം എ ഹിന്ദു, ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് എനിക്കിഷ്ടം. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം ഇന്ത്യക്കാരൻ എന്ന്. അങ്ങനെയാണെങ്കിൽ നാം ഒരു ജാതിയാണെന്ന് നാരായണ ഗുരു പറഞ്ഞതിന്റെ അർത്ഥം നാം ഇന്ത്യക്കാരാണ്, നാം ഇന്ത്യയുടെ പൗരത്വമുള്ള, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണ് എന്നർത്ഥം. ഇന്ത്യക്കാരാണെങ്കിൽ 3 ഗുണങ്ങൾ പിന്നെയും കാണണം. എന്താണത്? 2 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ചൊല്ലും, ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു, അതിൻ്റെ ഉന്നമനത്തിനും ഐശ്വര്യത്തിനുമായി സർവാത്മന പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഇവിടെ പഠിക്കാത്ത ഒറ്റ കുട്ടികളില്ല, ഒറ്റ പുരുഷന്മാരില്ല, സ്ത്രീകളില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് നിങ്ങളോട് അറിയിക്കട്ടെ, ഈ പ്രതിജ്ഞ 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉരുവിട്ട് ആവർത്തിച്ച് ചൊല്ലാത്ത ആരും ഇവിടെയില്ല. പക്ഷേ ഇന്ന് ഭാരതം എൻ്റെ നാടാണെന്നും ഞങ്ങൾ ഒരു ജാതിയാണെന്നും ഈ ലോകത്തോട് പറയുവാൻ ഒരു മതമോ ഒരു ജാതിയോ ഒരു പാർട്ടിയോ ഒരു സഭയോ ഈ ഭൂമുഖത്തില്ല എന്ന് ഞാൻ വേദനയോട് അറിയിക്കട്ടെ. എന്നാൽ ഇതാ ശ്രീനാരായണ ഗുരു പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു, ഒരു ജാതി. വചനത്തിലേക്ക് വരുമ്പോൾ ആദാമ്യ വർഗമാണ് ഭൂമിയുടെ 5 വൻകരകളിലുമുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന 640 കോടിയോളം മനുഷ്യർ. അവിടെയും ഒരു ജാതി. ഇന്ത്യക്കാര് ചിന്തിച്ചാൽ ഒരു ജാതി. രണ്ടാമത് നാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി ഒരു മതം. മതമുള്ള ഭൂമിയിൽ മതം കാരണം കാലെടുത്ത് വെക്കാൻ പാടില്ല. അനേകായിരം മതങ്ങളും അനേകായിരം സഭകളും അനേകായിരം സമുദായങ്ങളും വിഭാഗങ്ങളും ഈ ഭാരതത്തിൽ ആധിപത്യം നടത്തുകയാണ്. പക്ഷെ ഗുരു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു മതം. ഒരു മതം എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട ഒരു മർമ്മമുണ്ടത്. മതം എന്ന വാക്ക് കാറൽ മാർക്സിന്റെ ഭാഷയില് അഭിപ്രായമെന്ന്. 110 കോടിയോളം ജനമുള്ള ഭാരതത്തില് 10,000 കോടി അഭിപ്രായങ്ങളാണ്. പിന്നെ ഇങ്ങനെ ഒരു അഭിപ്രായമാകും? അങ്ങനെയാണെങ്കിൽ ഒരു അഭിപ്രായമുണ്ട്. എന്താണ് അഭിപ്രായം? അത് സ്നേഹം.
ദൈവത്തിന്റെ അഭിപ്രായ സ്നേഹമാണ്. മനുഷ്യന് ദൈവം സമ്മാനിച്ച ഒരു മതം സ്നേഹമെന്ന അഭിപ്രായമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു മതം സ്നേഹമാണ്. SNDPക്കാർക്ക് അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഗുരുവിന്റെ പിൻഗാമികളായിരിക്കുന്നവർക്ക് ഒരു മതമായിരിക്കണം. അതുകൊണ്ടാണ് സിനിമയിൽ പാടിയത്. എന്തു പാടി? മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവം ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ അവിടെ ദൈവം മരിക്കുന്നു. അപ്പോൾ ദൈവം ജീവിക്കണമെങ്കിൽ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണം. യേശു കർത്താവ് എന്തു പറഞ്ഞു? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. കേട്ടല്ലോ? ലോകം അറിയേണ്ടതിന്, അവന്റെ ശിഷ്യന്മാരാകേണ്ടതിന് അവനെയും തമ്മിൽ തമ്മിലും സ്നേഹിക്കുന്ന വലിയൊരു ശൃംഖല ഉണ്ടാകണം. ഹല്ലേലൂയ. ഇമ്മാനുവേൽ സ്നേഹമെന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന ദൈവത്തിന്റെ സഭയാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത് ഒരു ദൈവം. ആരാണ് ഈ ഒരു ദൈവം? ഹിന്ദുവിൻ്റെതാണോ, ക്രിസ്ത്യാനിയുടേതാണോ, മുസൽമാന്റേതാണോ, അതോ മനുഷ്യൻ്റെതാണോ? ദൈവം ആവശ്യം മനുഷ്യർക്കാണ്. ദൈവം ആവശ്യം മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഒരു ദൈവം ആരാണ്? ഇനി ഋഗ്വേദത്തിലേക്ക് വരാം. അവിടെ പ്രതിപാദിക്കുന്ന ദൈവം ആരാണ്? തമസോമ ജ്യോതിർഗമയ, അസത്തോമ സദ്ഗമയ, മൃത്യുമ അമൃതംഗമയ. ദൈവം ആരാണ്? ദൈവം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വെളിച്ചങ്ങളുടെ പിതാവ്. ദൈവം ആരാണ്? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കുന്നവനാണ് ദൈവം. അസത്യം എന്ന് പറഞ്ഞാൽ മായ, സത്യം എന്ന് പറഞ്ഞാൽ നിത്യം. അങ്ങനെയാണെങ്കിൽ മായയാകുന്ന ലോകത്തില്, മായയാകുന്ന മരണത്തിന് അടിമയായിരിക്കുന്ന മനുഷ്യന് മരണമില്ലാത്ത സർവശക്തനെ നിത്യത്തിലേക്ക് നൽകുന്ന പാസ്പോർട്ടാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മായയാമി ലോകം ഇത് മാറും അങ്ങനെയാണെങ്കിൽ വെളിച്ചമാകുന്ന ഒരേ ഒരു ദൈവം, പിതാവായ ദൈവം വെളിച്ചമാണ്. പുത്രനായ ദൈവം ലോകത്തിന്റെ വെളിച്ചമാണ്. പരിശുദ്ധാത്മാവായ ദൈവം ഓരോ ഹൃദയങ്ങളിലും പ്രകാശിപ്പിക്കുന്ന നിത്യ വെളിച്ചമാണ്. അതുകൊണ്ട് ഏകസത്യ ആകയാൽ നാം മതം തേടി, ജാതി തേടി, ദൈവങ്ങളെ തേടി ഇവിടെ അലയേണ്ടതില്ല, അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ടതില്ല. ഇവൻ എവിടെയാ? ഇരുളിലായിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തില് വെളിച്ചമായി വന്ന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്ന് മായയിൽ നിന്ന് സ്ഥിരതയിലേക്കും, മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക് നയിക്കുന്ന ഏക സത്യദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവമായവൻ ജഡമെടുത്തതാണ് യേശു ക്രിസ്തു. ഞാൻ 3 കാര്യങ്ങളാണ് ക്രോഡീകരിക്കട്ടെ. ഒന്ന്, ഈ ദൈവം പ്രജാപതിയാണ്. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്നു ഒരു പ്രജാപതിയാണ് ദൈവം. ആ പ്രജാപതിയാകത്താൽ മാനവരാശിക്ക് മോചനമുണ്ടെന്ന് ഋഗ്വേദം വസ്തുനിഷ്ഠമായി പറയുന്നു. അങ്ങനെ ഒരു പ്രജാപതി ഉണ്ടായിട്ടില്ല. ഒരു പ്രജാപതി ഉണ്ടെങ്കിൽ വിശുദ്ധ വചനത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന യേശു ക്രിസ്തു. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം വരും, അപ്പോൾ ഋഗ്വേദം ശരിയാണോ എന്ന്. ഇനി വേദം എഴുതിയത് ആരെന്ന് അറിയണ്ടേ? വേദം എഴുതിയത് ആരാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെട്ട ഒരു കുടുംബമുണ്ട്. ആരാ? നോഹ.
നോഹയ്ക്ക് ഹാം, ഷേം, യാഫത്ത് 3 മക്കളുണ്ട്. അതിലൊരുത്തനാണ് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്ത ആര്യന്മാര്. വേദം എഴുതിയത് ആര്യന്മാരാകയാൽ അതിന്റെ സാരാംശം വിശുദ്ധ ബൈബിളിന്റെ സത്യമാണ്. മനസ്സിലായ? ഇപ്പൊ മനസ്സിലായ? ആര്യന്മാര് എന്ന് വിളിക്കുന്ന വർഗം നോഹയുടെ 3 പുത്രന്മാരിൽ ഒരുവൻ ഇന്ത്യയിലേക്ക് വന്ന സന്തതി പരമ്പരകളുടെ പിതാവാണ്. അവരാണ് ആര്യന്മാർ. അവരാണ് വേദം എഴുതിയത്. അവരാണ് പ്രാർത്ഥന പഠിപ്പിച്ചത്. ഈ ഭാരതത്തിലെ ദ്രാവിഡന്മാർക്ക് വേദമോ പ്രമാണമോ പ്രചാരണമോ ഇല്ല. അത് കൊണ്ടുവന്നത് ആര്യന്മാര്, അതായത് നോഹയുടെ മക്കളാണ്. അവരാര്? ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധ ഗണമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിളിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ് ഋഗ്വേദമെന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് സംസ്കൃതത്തിലായതുകൊണ്ടും മനുഷ്യന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടും അതിൽ അനവധി മാലിന്യങ്ങൾ കലർന്നു എന്നതല്ലാതെ അതിന് ദോഷമെന്ന് പറയാനില്ല. ആകട്ടെ, ഞാൻ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം, ഒരു പ്രജാപതി നമ്മുടെ കർത്താവ്. രണ്ടാമത്, കേരളത്തിലൊരു ഉത്സവമുണ്ട്, തിരുവോണം. തിരുവോണത്തിനൊരു നായകനുണ്ട്, അത് മഹാബലിയാണ്. മഹാബലി എന്നുള്ളത് നാമമല്ല, വേർപാണ്. ആര് മഹായാഗമായി തീരുന്നുവോ അവനാണ് മഹാബലി. അങ്ങനെയാണെങ്കിൽ മാനവജാതിക്ക് വേണ്ടി മഹായാഗമായി തീർന്ന അപ്പനല്ല നമ്മുടെ കർത്താവായ യേശുവാണ്. അതുകൊണ്ട് കർത്താവിനെ പ്രജാപതി എന്ന് വിളിക്കാം, മഹാബലി എന്ന് വിളിക്കാം, യേശു ക്രിസ്തു എന്ന് വിളിക്കാം. ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൽ മതമില്ല. പിന്നെ എങ്ങനെ മതങ്ങളുണ്ടായി? ഈ ഭൂമിയില് മരിച്ചുപോയ മനുഷ്യരുടെ നാമത്തില് സ്ഥാപിക്കപ്പെട്ട പള്ളികളും ക്ഷേത്രങ്ങളും കോവിലുകളും മോസ്കുകളും ദൈവങ്ങളായി പരിണമിച്ച് അവയെ പൂജിച്ച് ആരാധിക്കുവാൻ മനുഷ്യൻ നിർബന്ധിതരായി. അങ്ങനെയാണ് മതം ഉണ്ടായത്. അതുകൊണ്ട് സിനിമാ പാട്ടിൽ പാടുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളും മനുഷ്യരും കൂടെ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ദൈവങ്ങളും മനുഷ്യരും മതങ്ങളും കൂടെ ഭൂമി പങ്കുവെച്ചു. അതാണ് LK അദ്വാനി പറഞ്ഞത്, ഈ ഇലക്ഷനിൽ ഞങ്ങൾ ജയിച്ചാൽ ഒരു അയോധ്യ രാമക്ഷേത്രം പണിയുന്നു. രാമൻ ആരെന്നോ അയോധ്യ എന്തെന്നോ അറിയാത്തവരാണ് അങ്ങനെ പറയുന്നത്. അയോധ്യ എന്ന് പറഞ്ഞാൽ സമാധാന ഭൂമി എന്നാണ്. രാമൻ എന്ന് പറഞ്ഞാൽ സർവത്യാഗ പരിത്യജി എന്നാണ്. തന്റെ ഇളമയുടെ ആഗ്രഹപ്രകാരം തന്റെ സഹോദരന് രാജ്യം ഏൽപ്പിച്ചു കൊടുത്ത് വനവാസത്തിന് പോയവനാണ് രാമൻ. രാമക്ഷേത്രം പണിയുവാൻ വന്നവനല്ല. കേട്ടില്ല? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ തോമാസ് ലീഗ വന്നു, പള്ളി പണിയിപ്പിച്ചു, പണിതു എന്ന് പറയുന്ന മിഥ്യയായ യാഥാർത്ഥ്യമല്ലാത്തൊരു കെട്ടുകഥ എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. കൊടുങ്ങല്ലൂർ കപ്പൽ ഇറങ്ങിയ തോമാസ് ലീഗ മൈലാപ്പൂർ വെച്ച് കുന്തം കൊണ്ട് കുത്തി കൊല്ലപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു ചരിത്രത്തിൽ. ചരിത്രം പൂർണ്ണമല്ലെങ്കിലും വിചാരവും വിശ്വാസവും അങ്ങനെ തന്നെ. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ മരിച്ച തോമാസ് ലീഗ എങ്ങനെ തന്റെ അസ്ഥികൂടം കൊടുങ്ങല്ലൂർ പള്ളിയില് അതേ പുണ്യമായി കരുതുവാൻ കിട്ടും? ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് മനസ്സിലാക്കി, ഏതോ ആട്ടിൻകൂട്ടന്റെ കൈയുടെ ഒരു കഷ്ണം എല്ലാം ആവുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, തിരുസഭ 269 രൂപം കൊണ്ട തോമാസ് ലീഗ 98 മുൻപേ മരിച്ചത്. മൈലാപ്പൂര് മരിച്ച് മണ്ണടിഞ്ഞു പോയ തോമാസിന്റെ അസ്ഥികൂടം വീണ്ടും 150 വർഷം ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ഇവിടെ ഞങ്ങളൊരു പണി ചെയ്യും. സെമിത്തേരിയിലെ മണ്ണ് വളരെ കടുപ്പമുള്ളതാണ്. അതുകൊണ്ട്
ആദ്യം മറവ് ചെയ്തവരുടെ കല്ലറ മണ്ണ് മാന്തി തുറക്കും. അപ്പോൾ ചില എല്ലുകളെ കിട്ടും, മുഴുവൻ എല്ലുണ്ടാവില്ല. 5 കൊല്ലത്തിനുള്ളിൽ ഒരു മനുഷ്യന്റെ അസ്ഥി കൂടെ അപ്രത്യക്ഷമാകും. പിന്നെ എങ്ങനെ? തോമാസ് ലീഗയുടെ എല്ല് കൊടുങ്ങല്ലൂർ പള്ളിയില് ഒരു പുരാവസ്തു ഗവേഷണം എന്ന പോലെ അറകൾക്കുള്ളിൽ സൂക്ഷിക്കുവാൻ ലഭിക്കും. ഉത്തരം തട്ടിപ്പ് എന്ന്. ഞാൻ വീണ്ടും പറയട്ടെ, തോമാസ് ലീഗയെ വേണ്ട, തോമാസ് ലീഗയുടെ എല്ല് സഭയ്ക്ക് വേണം. ഞാൻ വീണ്ടും വരികയാണ്. ഇന്ന് ഈസ്റ്റർ ആണ്, അത് പറയാനാണ് ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നത്. മതത്തിൽ ദൈവമില്ല, മതം ദൈവം സ്ഥാപിച്ചതുമല്ല. മതം മനുഷ്യരുണ്ടാക്കി, മതത്തിലെ ദൈവങ്ങൾ മനുഷ്യരുണ്ടാക്കി. മതവും മനുഷ്യരും ദൈവങ്ങളും കൂടെ ഭൂമി പങ്കുവെച്ചു. ഒരു അയോധ്യ ഉണ്ടായി, ഒരു ബാബറി മസ്ജിദ് ഉണ്ടായി, ഒരു രാമക്ഷേത്രത്തിന് വേണ്ടി ഒരു വലിയ രക്തപ്പുഴ ഒഴുക്കുകയാണ്. ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ, നീ ഒരു മനുഷ്യനാകണം, ഒരു ഭാരതീയനാകണം. ഭാരതത്തിന്റെ അടയാളം എന്താ? ഭാരതം എന്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു, അതിൻ്റെ ഉന്നമനത്തിനും ഐശ്വര്യത്തിനുമായി സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് ഭാരതീയന്റെ ലക്ഷണം. അങ്ങനെയാണെങ്കിൽ കേരളക്കരയിലെ ക്രൈസ്തവർ ഇത് മറന്നുപോയി, ഭാരതത്തിലെ മതങ്ങൾ ഇത് പാടെ മറന്നുപോയി. എന്നാൽ ദൈവം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഈസ്റ്റർ? അതിന് ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളെ ഓർപ്പിക്കാം. ഈസ്റ്റർ എന്ന വാക്ക് വിശുദ്ധ ബൈബിളിലില്ല. പിന്നെ ആ ഈസ്റ്റർ എവിടെ നിന്ന് വന്നു? ഇത് വേദശാസ്ത്ര പണ്ഡിതൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ചില വാക്കുകൾ ഈസ്റ്ററെ കുറിച്ചുള്ളത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, കേട്ടുകൊള്ളുക. ഇനി ഈസ്റ്റർ അഥവാ ഉയർപ്പ് പെരുന്നാളിനെ കുറിച്ച് നോക്കാം. ഈസ്റ്റർ എന്ന പദം തന്നെ ഒരു ക്രിസ്തീയ പദമല്ല. കേട്ടുകൊള്ളുക. ഈസ്റ്റർ എന്ന പദം ക്രിസ്തീയ പദമോ ബൈബിളിലെ ബിബ്ലിക്കൽ വേഴ്സോ അല്ല. പിന്നെ എന്താണ്? ബാബിലോണിയ മതത്തിലെ ആകാശരാജ്ഞിയുടെ പേരുകളിൽ ഒന്നായ അഷ്ടാത്തി അഥവാ അസ്തരത്ത് എന്നതിൽ നിന്ന് ഉളവായതാണ് ഈ പദം. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ആകാശ റാണിയായ അസ്തരോത്ത് എന്ന് വിളിക്കുന്ന ആ റാണിയുടെ മറുപേരാണ് ഈസ്റ്റർ. കേട്ടല്ലോ? ഞാൻ പറഞ്ഞ എല്ലാ ചരിത്ര സത്യമാണത്. അതുകൊണ്ട് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ അസ്തരോത്ത് മഹാറാണിയുടെ മറുപേര് ഈസ്റ്റർ. താഴോട്ട് ആകാശരാജ്ഞിയുടെ ഈ പേര് നിലവിലെ ആളുകൾ ശബ്ദിക്കുന്നത് ഈസ്റ്റർ അഥവാ ഈസ്റ്റർ എന്നാണ്. നോക്ക്, നിലവിലെ ആളുകൾ ഈ രാജ്ഞിയുടെ പേര് ഉച്ചരിക്കുന്നത് ഈസ്റ്റർ എന്നാണ്. എന്നിട്ടോ ഈ പേര് അസീറിയയിലെ ഒരു ഓർമ്മ സ്തംഭത്തിന്മേലുള്ളതായി ലയാൾ പറയുന്നു. നോക്ക്, ഈ പേര് എവിടെ? ഒരു ഓർമ്മ സ്തംഭത്തിന്മേലുള്ള എവിടെയുള്ള അസീറിയയിലെ ഒരു ഓർമ്മ സ്തംഭത്തിന്മേൽ ആലേഖനം ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണുന്നു. ബാബിലോൺ പേജ് 629. അതെ, പുസ്തകത്തിന്റെ പേരുണ്ട്. വായിക്ക്. ആദ്യ സഭയുടെ പൂർണ്ണത അശുദ്ധപ്പെടാതിരുന്ന കാലത്തോളം 40 ദിവസത്തെയുള്ള ആചാരമേ അറിഞ്ഞിരുന്നില്ല. നോക്ക്, ആദ്യത്തെ സഭ മലീമസമാകാതിരുന്ന കാലത്തോളം ഈ 40 എന്നൊരു വാക്കുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്? അങ്ങനെയെങ്കിൽ ഈ ആചാരം എവിടെ നിന്ന് വന്നു? ഈ ആചാരം എവിടെ നിന്ന് വന്നു? ഇതും ബാബിലോണിയ ദേവിയുടെ ആരാധകന്മാരിൽ നിന്നും നേരിട്ട് കടം വാങ്ങിയിട്ടുള്ളതാണ്. നോക്ക്, ബാബിലോണിയ ദേവിമാരുടെ ആചാരങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരു പരമസത്യമാണ് ഇന്ന് ക്രൈസ്തവ ലോകം പിന്തുടരുന്ന മ്ലേച്ഛത എന്ന് ഞാൻ പറയട്ടെ. എന്തിനാ? അവരെ കുറ്റം വിധിക്കാനല്ല പറഞ്ഞത്. അറിയാതെ അബദ്ധത്തിൽ ചാടിയിരിക്കുന്ന ക്രൈസ്തവ ലോകം അതിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതിന് ഈ ഈസ്റ്റർ ദിനമെന്ന് അറിയപ്പെടുന്ന ഈ സുദിനത്തിങ്കൽ ഈ ശബ്ദം കേൾക്കുന്ന ജനം അത് വിട്ടൊഴിഞ്ഞ് ദൈവവ്യവസ്ഥയ്ക്കും ദൈവവചനത്തിനും ദൈവശബ്ദത്തിനും ദൈവരാജ്യത്തിൽ പങ്കാളിയാകേണ്ടതിന്
ഞാനിത് മറപ്പൊരുളില്ലാതെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. കാലത്ത് ജാതികളുടെ ഇടയിൽ സർവ്വസാധാരണമായ ഈ ആചാരം ബാബിലോൺ അസ്താത്തിയുടെ ഉത്സവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഈ ആചാരം ബാബിലോണ്യ രാജ്യയുടെ ആചാരത്തിൽ നിന്ന് ഉത്ഭവിച്ച ഉത്സവമാണ്. എന്നിട്ടോ ജാതികളുടെ ഈ നോമ്പിന്റെയും ഉത്സവത്തിന്റെയും അനുഷ്ഠാനങ്ങൾ കാലക്രമത്തിൽ ക്രിസ്തീയ സഭയിലേക്ക് നുഴഞ്ഞു കടന്നു. നോക്ക്, കാലക്രമത്തിൽ ഈ നോയമ്പും ഈ ഉത്സവങ്ങളും ക്രൈസ്തവ സഭയിലേക്ക് കടന്നു വന്നു. അതോടുകൂടെ ഒരു മിനിറ്റ് 40 നോയമ്പ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതിപ്പോൾ ചുരുക്കി 25 നോയമ്പാക്കി. നോക്ക്, അതെല്ലാവർക്കും ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. നോക്ക്, വേർപെട്ട സഭകളെല്ലാം 40 ദിവസത്തെ ഉപവാസം, 21 ദിവസത്തെ ഉപവാസം, ഇതിനെല്ലാം വചനത്തിന്റെ ആധികാരികമായ അടിസ്ഥാനം സ്ഥാപിച്ചുകൊണ്ട് പറയും. ദാനിയേലിന് അവന്റെ പ്രാർത്ഥനയിൽ മറുപടി ലഭിച്ചത് 21 ദിവസം കഴിഞ്ഞിട്ടാണ്. യേശു 40 ദിവസം ഉപവസിച്ചു, അതുകൊണ്ട് ഞങ്ങളുമാകുന്നു. കേട്ടുകൊടുക്ക, ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഈ വചനപ്രകാരം ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ ഭൂമിയിൽ കാണാനില്ല. എന്താണ് ഉപവാസം? യേശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായത്തിലേക്ക് വരാം. ഇവിടെ ഞാനും നിങ്ങളും ആഴ്ചകളോട് ഉപവസിച്ചവരാണ്. പക്ഷേ സാക്ഷാലുള്ള ഉപവാസം എന്തെന്ന് പ്രവാചകനായ യേശയ്യാവ് വിളിച്ചു പറയുന്നത് കേൾക്കാം. ഒന്ന് വായിക്കേ. ഈ ഈസ്റ്ററിനെ കുറിച്ച് വായിച്ചു തീർത്തിട്ട് അതിലേക്ക് വരാം. ഈ നോമ്പിന്റെയും ഉത്സവത്തിന്റെയും അനുഷ്ഠാനങ്ങൾ കാലക്രമത്തിന് ക്രിസ്തീയ സഭയിലേക്ക് നുഴഞ്ഞു കടന്നു. അതോടുകൂടെ തത്സംബന്ധമായ പല അന്ധവിശ്വാസങ്ങളും സഭയിൽ പ്രവേശിച്ചു. അതോടുകൂടെ പല അന്ധവിശ്വാസങ്ങളും സഭയിൽ കടന്നുകൂടി. ക്രിസ്തു സഭയിൽ ആദ്യമുണ്ടായിരുന്ന എഴുത്തുകാർ ആക്ഷേപിച്ചിട്ടിരുന്നതായ ഈ വിധ ദുരാചാരങ്ങളിലേക്കും മ്ലേച്ഛതകളിലേക്കും ആദ്യകാലങ്ങളിൽ ക്രിസ്തീയ സഭ ആക്ഷേപിച്ചിരുന്ന ആചാരങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും മ്ലേച്ഛതകളിലേക്കും ഭോഷത്വങ്ങളിലേക്കും സഭ ക്രൈസ്തവർ വീണുപോയി. ഒടുവിൽ അസ്താത്തിയുടെ ആരാധന പടർന്നു പിടിച്ചപ്പോൾ പാശ്ചാത്യ റോമ സാമ്രാജ്യം ഒട്ടുക്ക് കൽദയ നോമ്പിലെ പോലെ തന്നെ 6 ആഴ്ച നോമ്പ് ആചരിക്കുന്ന നിർബന്ധ വിഷയമാക്കി തീർത്തു. 6 ആഴ്ച നോമ്പും ആചാരങ്ങളും ഉത്സവങ്ങളും മ്ലേച്ഛതയായി സഭയിൽ കടന്നുകൂടി. ഈ വിധമാണ് അസ്താത്തിയുടെ ആരാധന സഭയിൽ സർവത്ര വ്യാപിച്ചത്. ഇങ്ങനെയാണ് ഈ അസ്താത്യ ആരാധന ഈസ്റ്ററിന്റെ പേരോടുകൂടെ ക്രൈസ്തവ സഭയിൽ കടന്നുകൂടിയത്. അപ്പൊ നമുക്ക് ഈസ്റ്റർ ഉണ്ടോ? ഈസ്റ്റർ ഉള്ളവരൊന്ന് കൈവയ്ക്കാൻ എനിക്കൊന്ന് കാണണം. ഈസ്റ്റർ ഇല്ല, ദേവിയുടെ പെരുന്നാളും ഉത്സവം നമുക്കില്ല. പിന്നെ എന്താണ്? ഉയർത്തെഴുന്നേറ്റു നമുക്ക് ഓർക്കുവാനുള്ളത്, നമുക്ക് ആരാധിപ്പാനുള്ളത്, നമുക്ക് ആയിരിക്കാനുള്ളത് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ മരണത്തോടെ മൺമറയുന്ന മനുഷ്യവർഗത്തിന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനാൽ ഒരു പുനരുത്ഥാനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞേച്ച വിശുദ്ധന്മാരായി കാത്തിരിക്കുന്ന ഭക്തന്മാരുടെ ആരാധനയാണ് ഈ ഈസ്റ്റർ ദിനത്തിങ്കൽ ഈ വിശുദ്ധ ദിവസം ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ഈസ്റ്റർ ആയിട്ടല്ല, ഉയർത്തെഴുന്നേറ്റ അരുമനാഥന്റെ നാമത്തിൽ ആരാധിക്കാം. മടങ്ങി വരാം. എന്താണ് ഉപവാസം? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികൾ നോക്കുകയും. നോക്ക്, ഉപവാസം നോയമ്പിൽ നിന്ന് വന്നതാണ്.
നിങ്ങൾ നോയമ്പ് നോക്കുന്നത് അല്ലെങ്കിൽ ഉപവസിക്കുന്നത് എന്ത്? ചോദ്യം. ഉത്തരം: നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നോയമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയോ നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കുന്നു. എന്തിനാണ് നോമ്പ് നോക്കുന്നത്? വിവാദത്തിനും കലഹത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. നിങ്ങളുടെ നോയമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കത്തക്ക വിധത്തിലല്ല. പിന്നെയോ എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? എങ്ങനെയുള്ളതാണ് എനിക്ക് ഇഷ്ടമായ നോമ്പ്? ആത്മതപനം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? താഴോട്ട്: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. സ്വതന്ത്രരായി വിട്ടയക്കുക. എല്ലാ നുകത്തെയും തകർക്കുക. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തു. കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നത്. നിന്റെ മാംസ രക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നത്. നിന്റെ മാംസരക്തങ്ങൾക്ക് നീ മറയാത്തവനായിരിക്കണം. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? ഹല്ലേലൂയ. ഞാൻ വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തി. നമുക്ക് പ്രാർത്ഥന വേണം, നമുക്ക് ഉപവാസം വേണം, നമുക്ക് നോയമ്പ് വേണം. പക്ഷേ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കണം? അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. അനേകരെ തങ്ങൾ ദൈവമെന്ന് വിശ്വസിച്ച് ആരാധിച്ച് അനുഗമിച്ച അനേക മൂഢവിഗ്രഹങ്ങളുടെ പുറകെ പോയി അവർ ബന്ധനത്തിലാണ്, അവർ അടിമത്വത്തിലാണ്, അവർ കഷ്ടതയിലാണ്. അവരെ വിടുവിക്കുവാൻ നിന്റെ ഉപവാസം വേണം. അനേകരെ നുകത്തിന്റെ അമിക്കയർ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അതെ, ഭഗവാന്റെയും ഭഗവതിയുടെയും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയും അടിമയാണ്. അടിമത്വം ബന്ധനമായി കിടക്കുന്നു. അത് വിടുവിക്കുന്നതാണ് സാക്ഷാൽ ഉപവാസം. മൂന്നാമത്, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കാം. പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരു പറ്റം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവരെ വിടുവിക്കുന്നതാണ് നിന്റെ ഉപവാസം. എല്ലാ മുഖത്തെയും തകർക്കുക. എല്ലാത്തിനെ തകർക്കണം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. അലഞ്ഞു നടക്കുന്ന ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഈ നാട്ടില് പളനിയിലെ കാവടി വന്നാൽ വീട് തോറും തെണ്ടുകയാണ്. എന്തിനാണ്? സദ്യ കൊടുക്കാൻ, പളനി അപ്പന് തൃപ്തി വരുത്താൻ. കഴിഞ്ഞ ദിവസം കേട്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്തുള്ള പള്ളിയില് അങ്ങനെ തന്നെ തെണ്ടി കൊടുക്കുന്ന ഒരു കാരണമുണ്ടെന്ന്. ഞാൻ അതിനൊരു വാക്ക് പറയാം. എന്താണ് അതിന് കാരണം അറിയാമോ? തെണ്ടികളാകുന്ന ദൈവത്തിന് തെണ്ടാതെ പറ്റുമോ? തെണ്ടികളാകുന്ന ദൈവത്തിന് തെണ്ടാതെ എങ്ങനെ കാര്യം നടത്താൻ പറ്റും? എന്റെ ദൈവം തെരുവ് തെണ്ടിയല്ല, ഭൂമിയിൽ കൈനീട്ടുന്നവനല്ല, അപേക്ഷിക്കുന്നവനല്ല, സർവസമ്പന്നനായ അത്യുന്നതനായ ഇതാ. ഈ ഞായറാഴ്ച മലയാറ്റൂർ മലയിൽ വലിയ പെരുന്നാളാണ്. ഞാൻ 6 കൊല്ലം പോയിട്ടുണ്ട് മലയാറ്റൂർ മലയിൽ. എന്ത് പറഞ്ഞാൽ പോയിരിക്കുന്നത് അറിയാമോ? എൻ്റെ വീട്ടുകാരെല്ലാം ഈ മലയാറ്റൂർ മലയിൽ ഇന്നും അടുത്ത ഞായറാഴ്ചയും കയറും. എല്ലാവരും പോകും. അപ്പൊ കുഞ്ഞായിരിക്കുന്ന എന്നെയും കൊണ്ടുപോകും. പോകുമ്പോൾ എന്നോട് പറയും, മോനെ, അമ്മയുടെ 5 അനിയത്തിമാരുണ്ട്, അവര് മുൻപിലുണ്ടാകും, എന്നെ പുറകിലുണ്ടാകും, എന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടാകും. കയറ്റത്തിലേക്ക് വരുമ്പോൾ പറയും, മോനെ, കൈ പിടിച്ച് കയറാൻ പാടില്ല, തന്നെത്താൻ കയറണം, എന്നാലേ അനുഗ്രഹമുള്ളൂ. എങ്ങനെ കയറണം? കുഞ്ഞമ്മമാര് പറഞ്ഞതെന്നറിയാമോ? പൊന്നും കുരിശ് മുത്തപ്പോ മൺമല കയറ്റം, മൺമല കയറ്റം. അപ്പൊ അറിയാതെ 4-5 കിലോമീറ്റർ കയറി മാത്രമേ. ഞാനും വിചാരിച്ചു കയറാമല്ലോ എന്ന്. ഞാനും 5-6 കൊല്ലം കയറി.
പിന്നീടാ മനസ്സിലായത് ആ കയറ്റം കൊണ്ട് എനിക്ക് ഷുഗറും പ്രഷറും വരാതെ സൗഖ്യം കിട്ടിയെന്ന്. അർത്ഥം മനസ്സിലായത്? എന്താണ് അതിന്റെ സ്ഥാനം? എന്താണ് അതിന്റെ അർത്ഥം? മലകൾ കയറിയാൽ കിട്ടുന്നില്ല, ഇന്ന് ഏത് ജാതിയിലോ മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ പെട്ടവരായാലും ശരി, മല കയറിയാലോ നേർച്ച കാഴ്ച കൊടുത്താലോ ഉരുളി കവർത്തിയാലോ ശയന പ്രദക്ഷിണം ചെയ്യാലോ നിനക്ക് രക്ഷയില്ല. രക്ഷ കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴി, ഈ ഈസ്റ്ററിന് ലോകം വിളിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വചനത്തിലുള്ള പുനരുദ്ധാനത്തിന്റെ മഹാത്മ്യത്തിന്റെ 2 വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്നേക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. യേശു ഉയർത്തെഴുന്നേറ്റ് പുലർച്ചെയല്ല കേട്ടോ, പാതിരാത്രിയിലാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർ ഉയർപ്പിന്റെ കുർബാന പാതിരാത്രിയിലും അതിന്റെ സിംബലായി, അതിന്റെ ഉദാഹരണമായി പാതിരാവെടിയും വെച്ചിരിക്കുന്നത്. എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി, കല്ലറകൾ പിളർന്നു, കാവൽക്കാർ ഞെട്ടിവിറച്ചു, ശതാധിപൻ പേടിച്ചുപോയി, സാമ്രാജ്യം ആടിയുലഞ്ഞു. അതെന്റെ കർത്താവിന്റെ ഉയർപ്പിലാണ്. എന്നാൽ ഈ കഴിഞ്ഞ രാത്രിയിലുള്ള ഉയർപ്പില് ചക്കക്കുരു അരിപ്പിലിട്ടാൽ പൊട്ടുന്നത് പോലെ ഒരുപാട് പൊട്ടല് പൊട്ടി. കാരണം എന്താണെന്നറിയാമോ? കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു അല്ല ഉയർത്തപ്പെട്ടത്, അത് ജീവനില്ലാത്തതും എല്ലാ വർഷവും ആഘോഷത്തിൽ ഉപയോഗിക്കുന്നതുമായ മ്ലേച്ഛ വിഗ്രഹമാകയാൽ അതിന്റെ ഓർമ്മയായി നന്ദിയായി അതുപോലെ ആകുവാൻ 2 ചക്കക്കുരു പൊട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കേട്ടത്? ഇവിടെ എന്താ കേട്ടത്? വായിച്ചേ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. യേശുവിന്റെ കല്ലറ ഭേദിക്കുവാൻ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ എന്നിട്ടോ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. നോക്ക്, പീലാത്തോസിന്റെ മുദ്ര വെച്ച കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് ഉരുണ്ടുപോയി. മാത്രമല്ല, ആരാലും ഒരിക്കലും ഉരുട്ടുവാൻ കഴിയാത്ത പീലാത്തോസിന്റെ മുദ്രയുള്ള അലംഘനീയമായ നിയമത്തിന്റെ പ്രതീകമാകുന്ന ഈ കല്ലറയുടെ വാതിക്കൽ വെച്ച കല്ല് ദൂതൻ വന്നപ്പോൾ ഉരുണ്ടുപോയി. ആ കല്ല് തിരിച്ചുരുളാതെ ഞാനിന്ന് അറിയിക്കട്ടെ, അല്ലയോ മക്കളെ, നാനാജാതി മതങ്ങളിൽപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരമേറിയ കല്ല് യേശു മഹാഘോഷത്തോട് ഇറങ്ങി വന്നപ്പോൾ നിന്നിൽ നിന്ന് ഉരുണ്ടു പോയെങ്കിൽ അത് തിരിച്ചു ഉരുണ്ടു വന്ന് അവിടെ ഇരിക്കാതെ ഹല്ലേലൂയ, സ്വർഗ്ഗത്തിന്റെ ദൂതൻ ആ കല്ലിന്റെ മുകളിൽ ഇരിക്കുമെന്ന്, ആ കല്ല് നിശ്ചലമാകുമെന്ന്, ഇനി തിരിച്ചുരുളുകയില്ല. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് അറിയിക്കും, നിന്റെ കല്ല് ഉരുണ്ടുപോയോ? രോഗമെന്ന കല്ല്, പ്രശ്നമെന്ന കല്ല്, കഷ്ടത എന്ന കല്ല്, ഉപദ്രവമെന്ന കല്ല് എന്റെ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ മഹാകൊടുമുഴക്കത്തോട് താനിറങ്ങിയ അവന്റെ ദൂതന്റെ മഹാപ്രഭാവത്തോടു കൂടെയുള്ള പ്രത്യക്ഷതയിൽ ഈ കല്ല് ഉരുണ്ടു മാറിയില്ല എങ്കിൽ ഇന്നെന്ന പോലെ ഉയർത്തെഴുന്നേറ്റ ദിവസം
തനിക്ക് പ്രത്യക്ഷനാകുവാൻ കടന്നു വന്ന കർത്താവിന്റെ ദൂതന്മാരുടെ മുൻപാകെ ഇന്ന് കർത്താവ് പറയുന്നു, നിന്റെ കല്ലുരുട്ടി മാറ്റുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മീഖായേലും ഗബ്രിയേലും ദൂതസൈന്യവും ഇമ്മാനുവേലിലുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഉയർത്തെഴുന്നേറ്റ കർത്താവെ, പീലാത്തോസിന്റെ മുദ്രയെ ഭേദിച്ച് അതേ കാൽവരിയിൽ തകർക്കപ്പെട്ട മരണത്തെയും പാതാളത്തെയും ജയിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവെ, എന്റെ കല്ലുരുട്ടി മാറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് കൊടുമുഴുക്കത്തോടെ ഇന്ന് ഞാൻ സ്വർണ്ണനാകട്ടെ, ഇന്ന് ഞാൻ മോചിതനാകട്ടെ, ഇന്ന് ഞാൻ വിടുതൽ പ്രാപിക്കട്ടെ. അതുകൊണ്ട് എന്നിൽ നീ വസിക്കണമേ. അരോടാ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒഴിഞ്ഞ കല്ലറ പോലുള്ള നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് അവിടെ കുടിയിരുന്നാൽ നിന്റെ പ്രശ്നങ്ങളിലെ മുഴുവൻ കല്ലുകളും ഉരുണ്ടുപോകും. മഹാഭാഗ്യത്താൽ ഈ കൊടുപ്പാവിയായ എന്റെ ജീവിതത്തിന് ഇന്നുവരെയും ആരാലും ഉരുട്ടി മാറ്റാൻ കഴിയാത്ത ഭീകരമായ ഈ ലോക ഗവൺമെന്റിന്റെ മുദ്രയുള്ള കല്ലുകൾ അത് ഉരുണ്ടുപോയി. അത് തിരിച്ചുരുളാതെ അരുമനാഥന്റെ ദൂതൻ അതിന്റെ പുറകിൽ എനിക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ നിത്യതയ്ക്ക് വേണ്ടി ഇന്ന് എന്റെ അടുക്കൽ കാവലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ദൂതനെ കുറിച്ച് ഒരു വാക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിന് നമ്മെ കുറിച്ച് ഒരു കാര്യം കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിക്കാം. നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക്കാം. രണ്ട് കൈ രണ്ട് കാലുമുള്ളവനെ നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അങ്ങ് ഹീനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്ന നിനക്ക് നന്ന. ഈ ചെറിയൊരു ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. ഈ ചെറിയവരെ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ നോക്കുവേ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണും. ചെറിയവരിൽ ഒരുത്തനെ നീ ഇടർച്ച വരുത്തിയാൽ അവന്റെ ദൂതൻ ഹല്ലേലൂയ പിതാവിന്റെ അടുക്കൽ ചെന്ന് അവനെ ഇടർച്ച വരുത്തിയവനെ, അവനെ വേദനിപ്പിച്ചവനെ, അവനെ പരിഹസിച്ചവനെ, അവനെ ആക്ഷേപിച്ചവനെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് ഞാൻ അറിയിക്കട്ടെ. ഉരുണ്ടുപോയ കല്ല് നിന്റെ പുറത്തൂടെ കയറി ഉരുളുമെന്ന് ഞാൻ അറിയിക്കട്ടെ. മറക്കരുത്, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്നവർക്ക് ഈ പിതാവ് ആശ്വാസം നൽകേണ്ടതിന് ഒരു ചെറു മനുഷ്യന്റെ അടുക്കൽ പോലും തന്റെ ദൂതനെ കാവലേൽപ്പിച്ചിരിക്കുന്ന വലിയവനാണ്. ഞാൻ ആനന്ദത്തോടെ അറിയിക്കട്ടെ, എന്നെ ഉപദ്രവിക്കുവാനോ, എന്നെ പരിഹസിക്കുവാനോ, എന്നെ ആക്ഷേപിക്കാനോ, എന്നെ നിന്ദിക്കുവാനോ ഈ ഭൂമിയിൽ ആരെയും അവൻ അനുവദിക്കുകയില്ല. കാരണം ഈ ചെറിയവരിൽ ഒരുത്തനായി ഞാൻ അവന്റെ കൂട്ടത്തിൽ, അതേ ചെറിയ ആട്ടിൻ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ചെറിയവനായ എനിക്കൊരു ദൂതനെ കാവലുന്ന എന്റെ ദൈവം വലിയവൻ, വലിയവനാണ്. ആകയാൽ യേശുവേ നീ വലിയവൻ, യേശുവേ നീ പരിശുദ്ധൻ, യേശുവേ നീ നല്ലവൻ, യേശുവേ നീ നല്ലവൻ. കഴിഞ്ഞ മെയ് മാസത്തില് DYFI മാർച്ച് നടത്തി. 20 ആരാലും സഹിക്കുവാൻ കഴിയാത്തതും പൊറുക്കുവാൻ കഴിയാത്തതുമായ 20 ആരോപണങ്ങൾ ഈ ചെറിയവനായ എന്റെ നേരെ അവർ തൊടുത്തുവിട്ടു. കേട്ടത്? അനേക മാതാപിതാക്കൾ ഇവിടെ ഇരുന്ന് വാവിട്ട് കരഞ്ഞു. അനേക മാതാപിതാക്കൾ റോട്ടിൽ നിന്ന് കരഞ്ഞു. അവരാരെയാ തൊട്ടത്? എന്റെ ഈ ഏറ്റവും ചെറിയവന് ഒരുത്തൻ. അതുകൊണ്ട് നിങ്ങൾ 16-ാം തീയതി ബൂത്തിലേക്ക് പോകുമ്പോൾ ഓർമ്മ വേണം. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണാമണിയെ തൊടുന്നു.
കേട്ടല്ലോ? സകലതും അറിയുന്ന ഈ ആലയത്തെ ഒരു തുറന്ന പുസ്തകം എന്ന പോലെ പരസ്യമായി പ്രഖ്യാപിച്ചവര് ഇതിന്റെ നേരെ 20 ആരോപണങ്ങളുമായി ഇതിനെ തകർക്കുവാൻ വട്ടം കൂട്ടിയെങ്കിൽ മുൾത്തി പോലെ കെടുത്തി കളഞ്ഞ നമ്മുടെ ദൈവം ഈ വരുന്ന ഇലക്ഷനില് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർമ്മയോടെ പോകണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതുവരെയും LDFന്റെ സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അറിയാമോ നിങ്ങൾക്ക് എന്താ കാരണമെന്ന്? അത്രയും പറഞ്ഞു നിർത്തുക. ഇനി നോക്കുക, BJPയുടെ ലീഡർ അവിടെ വന്നു. ആലത്തൂർ താലൂക്കിലെ എല്ലാ അധികാരമുള്ള ഒരു വലിയ മനുഷ്യൻ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, സത്യമേവ ജയതേ. ഞാനിവിടെ പ്രസംഗിക്കാറുണ്ടല്ലേ, സത്യം എന്നും ജയിക്കും. നിങ്ങൾ സത്യമായതിനാൽ, അല്ലയോ മിഷണറി, നിങ്ങളിൽ സത്യമുള്ളതിനാൽ ഒരു ജാതിക്കും ഒരു ശക്തിക്കും ഒരു പാർട്ടിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കെതിരെ അനവധി ക്രൈസ്തവർ എന്നെ സമീപിച്ചു. നിങ്ങളുടെ നാട്ടില്, നിങ്ങളുടെ കീഴില് ഇങ്ങനെ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ? പക്ഷേ എന്റെ മനസാക്ഷി അതിനെ അനുവദിച്ചില്ല. ഇന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്തുവെങ്കിൽ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത അപരാധമായി മാറിപ്പോയേനെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർ ഞങ്ങളോട് ക്ഷമിക്കണം. കേട്ടല്ലോ? ഇനി നിങ്ങൾ തീരുമാനിക്കണം, മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ വേണോ, എല്ലാം അറിഞ്ഞുകൊണ്ട് സകല അപരാധങ്ങളും കെട്ടിച്ചമച്ച ഒരുവരെ വേണോ? ഇനി മൂന്നാമത്, കോൺഗ്രസ് ലീഡർ കൂടെ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആര് വന്നാലും ഒരു 3 നേരത്തേക്കുള്ള മരുന്ന് ഡോസ് കൊടുത്തിട്ടേ വിടുകയുള്ളൂ. അദ്ദേഹം വന്നു, കുറേ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഒരു പാരമ്പര്യം നിങ്ങളെ മറന്നുപോയെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. മറന്നോ മറന്നില്ലയോ നമ്മുടെ വിഷയമല്ല. ഒരു വാക്ക് പറഞ്ഞോ, ആര് എന്ത് തെറ്റ് ചെയ്താലും ശരി, നിങ്ങളത് കണക്കിടരുത്. നിങ്ങൾ എന്നെ സഹായിക്കുവാൻ, എന്നെ ഓർക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. ഞാൻ ഈ 3 കാര്യം നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങളുടെ തീരുമാനം. എന്തിനു വേണ്ടി? യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് ഈജിപ്തിലുണ്ടായി, അതിനാൽ ഇസ്രായേൽ കഷ്ടപ്പെട്ടു. നമ്മുടെ കർത്താവിനെ അറിയാത്ത ഒരു സാമ്രാജ്യം കേരളമായി പരിണമിപ്പാൻ കാരണമാക്കി. തൻ്റെ വചനത്തെയും തൻ്റെ നാമത്തെയും തൻ്റെ രാജ്യത്തെയും തടുക്കുവാൻ തയ്യാറായിട്ട് ഒരു മനുഷ്യനെയും ഒരു വിരൽ ചൂണ്ടുപോകാൻ പോലും അനുവദിക്കാതെ സ്വർഗസ്ഥനായ ദൈവം ജയമെടുക്കേണ്ടതിന് 16-ാം തീയതി നിങ്ങൾ ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയോടെ എന്റെ ഈ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലനിൽക്കുവാനും അധർമ്മത്തെയും അക്രമത്തെയും അനീതിയെയും ഉപേക്ഷിപ്പാനും നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് ആലോചന തന്ന് നിങ്ങൾ പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് ഇത് ഞാൻ ഓർപ്പിച്ചത്, വലിയൊരു ഭൂകമ്പമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി. ആ കല്ലിന്മേൽ ദൂതനിരുന്നു. ഇന്ന് ദൂതനെ നിന്റെ പ്രശ്നത്തിന്റെ കല്ലിന്മേൽ ഇരുത്തണം. നിന്റെ പ്രതികൂലത്തിന്റെ കല്ലിന്മേൽ ഇരുത്തണം. നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളെ ശാന്തമാക്കുവാൻ ഈ ദൂതനെ നിന്റെ ജീവിതത്തിന്റെ പടകിൽ ഒന്നാമതാക്കണം. നിന്നോടുകൂടെ ഈ മാരുവേലുണ്ടായിരിക്കണം. ആകയാൽ പ്രപഞ്ച സൃഷ്ടാവും അഖിലാണ്ടത്തിന്റെ ഉടയവനും എന്റെ സ്നേഹിതനും എന്റെ ഉടയവനും എന്റെ കർത്താവുമായവന്റെ സ്വർഗത്തിലെ കരം തടുക്കുവാൻ ഒരു കൃമിയായ ഒരു മനുഷ്യന് സാധ്യമല്ല. അവന്റെ കരം എന്നോട്
ഹല്ലേലൂയ. അവന്റെ കരം നമ്മോടുകൂടെ. ഹല്ലേലൂയ. അവന്റെ കരം ഇമ്മാനുവേലിനോടുകൂടെ. അങ്ങനെ ഉറപ്പുള്ളവരൊന്ന് കരം ഉയർത്തുക. ഈ ദൈവത്തെ ഉയർത്തെഴുന്നേറ്റവനെ നമുക്ക് അല്പസമയം സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ